കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. 2 ദിവസമായി അടച്ചിട്ടിരുന്ന കച്ചേരിത്താഴം പുതിയ പാലം ഗതാഗതത്തിന് തുറന്നു നൽകി. ഭാരവാഹനങ്ങൾ ഒഴികെയുള്ള ബസ്സുകൾ ഉൾപ്പെടെയുള്ള മറ്റ് വാഹനങ്ങൾക്കാണ് ഗതാഗതം അനുവദിച്ചത്. ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ 2 ദിവസമായി അടച്ചിട്ടിരുന്ന കച്ചേരിത്താഴത്തെ വലിയ പാലം തുറന്നു നൽകി. രാവിലെ 6 മുതലാണ് വലിയ പാലത്തിലൂടെ ഭാരവാഹനങ്ങൾ ഒഴികെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള മറ്റ് വാഹനങ്ങൾക്ക് ഗതാഗതം അനുവദിച്ചത്. താൽക്കാലികമായി നഗരത്തിൽ വലിയ പാലത്തിലൂടെ ഒറ്റവരിയായി വെള്ളൂർക്കുന്നം ഭാഗത്തേക്കും തിരികെ പഴയ പാലത്തിലൂടെ കച്ചേരിത്താഴത്തേക്കുമാണ് ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത്. പാലം തുറക്കുന്നതിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ രാത്രി വൈകിയും സജ്ജീകരിച്ചു. എന്നാൽ എന്തെങ്കിലും അപകട സാഹചര്യം തോന്നിയാൽ യാതൊരു അറിയിപ്പുമില്ലാതെ പാലം അടയ്ക്കുന്നതിനും തീരുമാനിച്ചിരുന്നു. 6 പതിറ്റാണ്ട് മുൻപ് ഭൂമിക്കടിയിൽ നിർമ്മിച്ച ഓടയാണ് കച്ചേരിത്താഴത്ത് ഗർത്തം രൂപപ്പെടാൻ കാരണമെന്ന് വിദഗ്ധ സംഘം കണ്ടെത്തി. കല്ലുകൊണ്ട് നിർമ്മിച്ച ഓടയിലേക്ക് 2018 മഹാപ്രളയത്തിൽ വെള്ളം കയറിയതിനെ തുടർന്നുണ്ടായ ബലക്ഷയമാണ് ഗർത്തം രൂപപ്പെടാനുള്ള കാരണം. 2 തരത്തിലുള്ള പരിഹാരമാണ് ഇപ്പോൾ സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ കാണപ്പെട്ടിരിക്കുന്ന ബലക്ഷയം മിശ്രിതങ്ങളും മണ്ണും മറ്റും ഉപയോഗിച്ച് ശക്തിപ്പെടുത്തി മുകളിൽ സ്ലാബ് വിരിച്ച് ബലവത്താക്കുക. എന്നാൽ സമീപത്ത് പുതിയ 3ാമതൊരു പാലത്തിന് നിർദ്ദേശമുയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ പൈലിംഗ് ജോലികളോ കൂടാതെ ഭാരവാഹനങ്ങളോ മറ്റോ പോകുമ്പോൾ നിലവിലുള്ള ഓടയുടെ മറ്റു ഭാഗങ്ങൾ ബലക്ഷയം സംഭവിക്കാനും ഇടിയാനും സാധ്യതയുണ്ട്. 2ാമത് ഉയർന്നു വന്നിരിക്കുന്ന പരിഹാരം ശാശ്വതവും ചിലവേറിയതുമാണ്. കോടതി ഭാഗത്തു നിന്നും എത്തുന്നതും കച്ചേരിത്താഴം വഴി എത്തുന്നതുമായ ഓടകൾ രാജേശ്വരി ഹോട്ടലിന് മുമ്പിൽ സംഗമിക്കുന്നുണ്ട്. ഇവിടെ നിന്നും എതിർദിശയിൽ നഗരസഭയുടെ സ്ഥലത്തുകൂടി പുഴയിലേക്ക് ഓട എത്തിക്കുന്ന ആശയമാണ് ഉയർന്നിരിക്കുന്നത്. മൂവാറ്റുപുഴ കച്ചേരിത്താഴത്തെ പാലത്തിന് മുന്നിലുണ്ടായ ഗർത്തം അത് കംപ്ലീറ്റ്ലി എക്സ്കവേറ്റ് ചെയ്ത് താഴെ ഡ്രെയിനിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഐഡന്റിഫൈ ചെയ്തു. മനസ്സിലാക്കുന്നത് ഏകദേശം 10-60 വർഷത്തോളം പഴക്കമുള്ള ഡ്രെയിൻ വളരെ താഴ്ചയിൽ കടന്നിരുന്നത് ഡാമേജ്ഡ് ആവുകയും അതിലൂടെ മണ്ണൊലിച്ചു പോയി ആ മണ്ണിരുന്നതാണ് ഗർത്തം രൂപപ്പെടാൻ കാരണമെന്ന് ബോധ്യപ്പെട്ടു. 2 ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്തത്, ഒന്ന് നിലവിലുള്ള ഡ്രെയിൻ താൽക്കാലികമായെങ്കിലും ശരിയാക്കി വീണ്ടും ഗർത്തം മൂടി പ്രശ്നം അവസാനിപ്പിക്കുക. അതല്ല എങ്കിൽ ഇപ്പോൾ നിലവിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഡ്രെയിനിന് പകരം നമ്മൾ വളരെ വേഗത്തിൽ മറ്റൊരു ഔട്ട്ലെറ്റ് ഡ്രെയിന് ക്രിയേറ്റ് ചെയ്ത് വെള്ളം അതിലൂടെ ഡൈവേർട്ട് ചെയ്യുകയും ഇപ്പോൾ ഗർത്തം ഉണ്ടാക്കിയ ഈ കൾവർട്ട് അല്ലെങ്കിൽ ഈ ഡ്രെയിൻ എന്നേക്കുമായി വേണ്ടെന്ന് വെക്കുക, ഇല്ലായ്മ ചെയ്യുക എന്നതാണ് സെക്കൻഡ് ഓപ്ഷൻ. വലിയ പാലം അടച്ചതിനെ തുടർന്ന് 2 ദിവസമായി നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് നാളുകളായി ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടിയിരുന്ന സാഹചര്യത്തിലാണ് കച്ചേരിത്താഴത്ത് ഗർത്തം രൂപപ്പെട്ടത്. ഇതോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഇരട്ടിയായി. മണിക്കൂറിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന MC റോഡിൽ ഗതാഗതക്കുരുക്ക് മൂലം നഗരം നിശ്ചലമായി. രാവിലെ മുതൽ രാത്രി വൈകും വരെ മണിക്കൂറുകളോളം വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു എങ്ങും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.